മെയ് 1 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എയ്ക്ക്, വിശുദ്ധ ആൽഡി ബ്രാൻഡൂസ്, വിശുദ്ധ അമാത്തോർ, വിശുദ്ധ ആൻഡെ ഡയോളൂസ്, വിശുദ്ധ അരിഗേയൂസ്. ഇന്നേ ദിവസം തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിനെ കൂടി തിരുസഭ അനുസ്മരിക്കുന്നു. യൂറോപ്പിൽ വസന്തകാലത്തിൻ്റെ മധ്യമാണല്ലോ മെയ് 1 ഒരു കാലത്ത് അവിടെ അത് പുഷ്പദിനമായിരുന്നു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം മെയ് 1 തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നു. അതായത് മെയ് ദിനമായിട്ട് അറിയപ്പെടുന്നു. അതിനെ പവിത്രീകരിക്കാനായി 12 പിയൂസ് മാർപ്പാപ്പ 1955 മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്ന തൊഴിലാളികളോട് പറഞ്ഞു: ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു. മെയ് 1 മേലിൽ തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ആയിരിക്കും. തിരുസഭ ഒട്ടാകെ അങ്ങനെ മെയ് ദിനത്തെ പൗത്രീകരിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജന്മനാട്ടുകാർ അവിടുത്തെ വിജ്ഞാനപ്രദമായ പ്രസംഗം കേട്ടപ്പോൾ, ഇയാൾ ആ തച്ചൻ്റെ മകനല്ലേ എന്നാണ് ചോദിച്ചത്. യൗസേപ്പ് ഒരു മരപ്പണിക്കാരനായിരുന്നു. 30-ാമത്തെ വയസ്സുവരെ ഈശോയും വളർത്തു പിതാവിനെ പോലെ മരപ്പണി ചെയ്താണ് ഉപജീവനം കഴിച്ചത്, അല്ലാതെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടല്ല. ആകയാൽ എല്ലാ തൊഴിലുകളും ശ്രേഷ്ഠമാണ്. ഒരു തൊഴിലാളിയായിരിക്കുക ഈശോയെയും യൗസേപ്പിനെയും അടുത്ത് അനുകരിക്കുക എന്നതാണ്. കുറേ കാലമായിട്ട് തൊഴിലാളികൾ നിരീശ്വരവാദ സ്വാധീനത്തിൽ മതവിശ്വാസത്തെ അവഗണിക്കുന്നതായി കാണുന്നു. ക്രൈസ്തവ രാജ്യങ്ങളിലും അക്രൈസ്തവ രാജ്യങ്ങളിലുമുള്ള തൊഴിലാളികൾ ക്രിസ്തുവിലേക്ക് പിന്തിരിയുന്നതിനാണ് തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുന്നത്. ഈശോയുടെ കൊച്ചു സഹോദരിലൊരാളായ റെനേവോ ലാം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദരിദ്രനും ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനുമായ ഒരു മനുഷ്യന് സാധാരണ സാഹചര്യങ്ങളിൽ സുവിശേഷ ബുദ്ധി സാധ്യമാണ്. 12 പിയൂസ് പറയുന്നു: ലോകരക്ഷകനും ദൈവവുമായ മനുഷ്യപുത്രൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലും എല്ലാവരിലും ചിന്തപ്പെടുന്നു. ഈശോയുടെ വളർത്തു പിതാവായ വിശുദ്ധ യൗസേപ്പിനെ എന്ന പോലെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അഗാധമായി പ്രവേശിച്ചിട്ടില്ല. യൗസേപ്പ് പിതാവ് തൊഴിലിലും കുടുംബജീവിതത്തിലും ഈശോയുടെ കൂടെ ജീവിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോടടുത്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, യൗസേപ്പിൻ്റെ പക്കൽ പോകുവിൻ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്കും അധ്വാനിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.